പുതുശ്ശേരി ശ്രീകുറുമ്പ ചരിതം. വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് പുതുശ്ശേരിയിൽ 300ഓളം തറവാടുകൾ ഉണ്ടായിരുന്നത്രേ. അതിലൊരു തറവാടായ ഉള്ളാട്ട് വീട്ടിലെ ദേവീഭക്തനായ നാണുനായരിൽ നിന്നാണ് പുതുശ്ശേരി ശ്രീകുറുമ്പ ചരിതം ആരംഭിക്കുന്നത്. മീനമാസം പിറന്നാൽ മലയാളക്കരയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ദേവീഭക്തർ സംഘങ്ങളായി കോമരത്തോടൊപ്പം തന്നാരപ്പാട്ടും പാടി കാൽനടയായി കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭരണിവേലയ്ക്ക് പോവാൻ തുടങ്ങും. ഭരണിവേല കാണാൻ പുതുശ്ശേരി നിവാസികൾ തന്നാരപ്പാട്ടും പാടി പോകുമ്പോൾ ഉള്ളാട്ട് വീട്ടിലെ ദേവീഭക്തനായ നാണുനായർക്ക് കൊടുങ്ങല്ലൂരിൽ വാഴുന്ന സാക്ഷാൽ ജഗദംബയെ കണ്ടു തൊഴാൻ ആഗ്രഹം വർദ്ധിച്ചു. കൂട്ടത്തോടെ പോകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പാണരുടെ കയ്യിൽ നിന്ന് ഒരു ഓലക്കുട വാങ്ങി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് കാട്ടുപാതകളിലൂടെ കാൽനടയായി യാത്ര ചെയ്തു. 7-ാം ദിവസം കാവിൻ്റെ അടുത്തുള്ള കായൽ തീരത്തെത്തി. കലപ്പത്തണ്ടിലേറി തുഴഞ്ഞു. കായൽ കടക്കേണ്ടി വന്നതിനാൽ ഭരണിവേല കഴിഞ്ഞ് നടയടിച്ചിരുന്നു. ദേവിയാൽ തളയ്ക്കപ്പെട്ട പേയും പെരുമ്പടന്മാരും ആലിറങ്ങി കാവിൻ്റെ നടയിൽ ആർത്തു തുള്ളാൻ തുടങ്ങുന്ന സമയം. ഇരുട്ടും യാത്രാക്ഷീണവും മുൻപരിചയക്കുറവും കാരണം ക്ഷേത്രം എവിടെയാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ സമയം ദൂരെ ഒരു വീട്ടിൽ ദീപം തെളിഞ്ഞ് കത്തുന്നത് കണ്ടു. ആ ദീപത്തിൻ്റെ അടുത്തേക്ക് നാണുനായർ ചെന്നപ്പോൾ അതൊരു നമ്പൂരി ഇല്ലമായിരുന്നു. വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ഒരു നമ്പൂരി വന്ന് വാതിൽ തുറന്ന് നാണുനായരോട് ഊരും പേരും അന്വേഷിച്ചു. അപ്പോൾ ഭക്തൻ പാലക്കാട് നാട്ടിലെ പുതുശ്ശേരി ദേശത്തു നിന്നും ഭരണിവേല കാണാൻ വന്നതാണെന്ന് മറുപടി നൽകി. വിശപ്പും ദാഹവും മാറ്റാൻ എന്തെങ്കിലും തരണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ചപ്പോൾ ചോറും കറിയും ഇവിടെ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. രാത്രിയിലെ ശല്യം തുലഞ്ഞു പോവട്ടെ എന്ന് കരുതി കാവിൻ്റെ നട കാണിച്ച് ആ കാണുന്നത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വാര്യത്ത് വീടാണ്, അവിടെ ചെന്ന് കാളിവാരശ്ശേരി എന്ന് വിളിച്ചാൽ അവർ ചോറും കറിയും തരുമെന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിട്ടു. ഭക്തനായ നാണുനായർ ആ വാക്കും വിശ്വസിച്ച് വാര്യത്ത് വീടാണെന്ന് വിചാരിച്ച് കാവ് നടയിൽ ചെന്ന് കാളിവാരശ്ശേരി എന്ന് വിളിച്ചപ്പോൾ 3ാമത്തെ വിളി കേട്ട് ചങ്ങലവട്ടയും ദീപവുമായി ദേവീ ചൈതന്യം തുളുമ്പുന്ന ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ രൂപത്തെ കൈവണങ്ങി നാണുനായർ വിശപ്പും ദാഹവും മാറ്റാൻ വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. ഊരും പേരും ചോദിച്ച് മനസ്സിലാക്കിയ ദേവി ഭക്തനോട് ഇരിക്കാൻ പറഞ്ഞു. ക്ഷീണിതനായ നാണുനായർക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ദേവി തൻ്റെ ചങ്ങലവട്ട കൊണ്ട് തോണ്ടി ഒരു കുളം നിർമ്മിച്ചു. അതാണ് ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂരിലെ തൊണ്ടുകുളം. ഈ കുളത്തിൽ കുളിച്ചു വന്ന് ഭക്തനെ ദേവി കിണ്ടിയിൽ വെള്ളം നൽകി. അതിനുശേഷം നെടുനേന്ത്ര വാഴയുടെ തൂമ്പല വിരിച്ച് മുല്ലപ്പൂ മുട്ടുപോലെയുള്ള ചോറും അതിൽ സാമ്പാറും ഒഴിച്ചു കൊടുത്തു. ഇലത്തലയ്ക്കൽ, ഓലൻ, അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, കാളൻ, നാരങ്ങ, ഇഞ്ചി, പപ്പടം, ഉപ്പിലിട്ടവക, ചുട്ടവക, പൊരിച്ചവക, വാഴപ്പഴങ്ങൾ എന്നീ കറികളും കുടിക്കാനായി ചുക്കുവെള്ളം, മോര്, കുഴച്ചുണ്ണാൻ, രസം, തൈര് എന്നിവയും വെച്ചു. വേണ്ടത് ചോദിച്ച് നല്ലോണം ഉണ്ണണമെന്ന് പറഞ്ഞ് ദേവി വാതിൽ മറഞ്ഞു നിന്നു. നല്ല വിശപ്പുള്ളതിനാൽ ഭക്തൻ എല്ലാം രുചിയോടെ ഭക്ഷിച്ചു. ഊണ് കഴിഞ്ഞ് 4 കൂട്ടി മുറുക്കിയിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ എത്തിയെന്ന് ദേവി ചോദിച്ചു. ആ കാണുന്ന നമ്പൂരി ഇല്ലത്തെ ഒരാളാണ് ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടതെന്ന് പറഞ്ഞപ്പോൾ ദേവി തൻ്റെ തൃക്കൺ തുറന്ന് നമ്പൂരി ഇല്ലത്തെ അഗ്നിയിൽ ദഹിപ്പിച്ചത്രേ. അന്നു മുതൽ കൊടുങ്ങല്ലൂരിൽ നമ്പൂരി ഇല്ലങ്ങൾ നശിക്കാൻ തുടങ്ങി. അതിഥിയായ നാണുനായർക്ക് ദേവി
പുതപ്പും പായയും തലയിണയും ഒരു കിണ്ടി വെള്ളവും നൽകി. കിടക്കാനുള്ള ഏർപ്പാട് ചെയ്തു. കിടന്നുറങ്ങുന്ന സ്ഥലം കാവാണെന്നോ ആ കണ്ട സ്ത്രീരൂപം ഭഗവതിയാണെന്നോ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. ദേവിയുടെ ഭൂതഗണങ്ങൾ ഉപദ്രവിക്കരുതെന്ന് കരുതി ദേവി 16 കാതുള്ള ചെമ്പുകൊണ്ട് മൂടി. ചെമ്പിൻ്റെ മുകളിൽ വാളും പിടിച്ച് കാവലിരുന്നു. ഉറക്കത്തിൽ നാണുനായർ ഭഗവതിയെ സ്വപ്നം കണ്ടു. ചുവപ്പ് പട്ട് തറ്റുടുത്ത് വീരാളിപ്പട്ട് കൂറയടഞ്ഞ് വലം കൈയിൽ പള്ളിവാള്, ഇടം കൈയിൽ പാത്രവട്ട, വലംകാലിൽ പൊൻചിലമ്പ്, ഇടംകാലിൽ വെള്ളിത്തണ്ട, അരയിൽ പൊന്നരഞ്ഞാണവുമായി നിൽക്കുന്ന രൂപം. ഭഗവതി ഞങ്ങളുടെ ദേശത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നാണുനായർ ആശിച്ചുപോയി. ഭക്തൻ്റെ ആശയെ മാനിച്ച് ദേവി ഭക്തനിൽ മേലണഞ്ഞു. നേരം പുലർച്ചെയായപ്പോൾ ആരുമറിയാതെ ദേവി ചെമ്പെടുത്തു മാറ്റി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന നാണുനായർ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ചാടി എണീറ്റ് കുടയും കിണ്ടിയുമെടുത്ത് തൻ്റെ ദേശത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ദേവി നാണുനായരുടെ ദേഹത്തു നിന്നും കുടപ്പുറത്തും കിണ്ടിപ്പുറത്തും മാറി മാറി എഴുന്നള്ളി. നാണുനായർ തൃശ്ശൂർ പട്ടിക്കാട് എത്തിയപ്പോൾ ഒപ്പം എഴുന്നള്ളി വന്നിരുന്ന ദേവി കുടിയിരിക്കാൻ വേണ്ടി മണ്ണിലിറങ്ങി. തെക്ക് വടക്ക് ചതുരം നോക്കി, കിഴക്ക് പടിഞ്ഞാറ് ശൂലം നോക്കിയിട്ടും ഒത്തുവരുന്നില്ല. പിള്ളച്ചത്തം, ഉലക്കച്ചത്തം എന്നിവ കേൾക്കാതെ വന്നപ്പോൾ ദേവി വീണ്ടും കുടപ്പുറത്തും കിണ്ടിപ്പുറത്തും എഴുന്നള്ളി. അങ്ങനെ കാളികാവ്, പൂടൂര് കടവ്, പാലക്കാട് നടുമുറ്റം, കണ്ടാത്തുപാറ എന്നീ സ്ഥലങ്ങളിൽ ദേവി ഇരിക്കാൻ നോക്കിയെങ്കിലും കഴിയാതെ വന്നു. നാണുനായർ 7-ാം പക്കം ഉള്ളാട്ട് വീട്ടിലെത്തി കാൽമുഖം കഴുകി കുടയും കിണ്ടിയും പൂജാമുറിയിൽ വെച്ചു. പ്രാർത്ഥിക്കുന്ന നേരത്ത് ദേവി ദേഹത്തണഞ്ഞു. ദേവിയെ മനസ്സ് നൊന്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദേവിയെ എൻ്റെ അമ്മേ എന്ന് ചൊല്ലി അടിമുടി തുള്ളാനും വിറയ്ക്കാനും തുടങ്ങിയപ്പോൾ ഉള്ളാട്ട് വീട്ടുകാർ പേടിച്ച് അയൽക്കാരെ കൂട്ടി. അവർ വന്ന് നാണുനായർ തുള്ളാനും ചാടാനും ഓടാനും കാരണം ഓലക്കുടയാണെന്ന് പറഞ്ഞ് ആ ഓലക്കുടയെടുത്ത് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു. ആ കുട കാറ്റത്ത് പറന്നുപോയി വീണ സ്ഥലമാണ് കൊടൈക്കലാട്ട് പറമ്പ്. ഇന്ന് ഈ സ്ഥലം കൊട്ടേക്കാട്ട് പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പറപ്പടയ്ക്കൽ ഗ്രാമത്തിൽ നിന്ന് 150 മീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അന്നു രാത്രി നാണുനായർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ദേഹമടഞ്ഞ ദേവി ദേഹം വിട്ട് സ്ത്രീരൂപം ധരിച്ച് പാറക്കുളങ്ങര, ശങ്കരമൂച്ചിത്തോട് എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇരിക്കാൻ ഇരിപ്പിടം തേടി നടന്നു. അവസാനം നടുമന്നിലെത്തിയപ്പോൾ ദേവിക്ക് തെക്ക് വടക്ക് ചതുരവും കിഴക്ക് പടിഞ്ഞാറ് ശൂലവും പിള്ളച്ചത്തവും ഉലക്കച്ചത്തവും എന്നിവ കേട്ട് ആനന്ദമായി സത്യസന്ധമായി കുടിയിരിക്കാൻ വേണ്ടി നായരുടെ ദേഹത്തു നിന്നും വീണ്ടും ദേഹമടഞ്ഞു. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. ദേശത്ത് പല ഭാഗത്തു നിന്നും ആളുകൾ രാത്രി ചിലപ്പിൻ്റെ ശബ്ദം കേട്ടുവെന്ന് പറയാൻ തുടങ്ങി. നാണുനായർ സ്ത്രീകളെ കണ്ടാൽ ദേവിയെ, മഹാമായെ, അമ്മേ, കാളിയെ എന്നെല്ലാം അഭിസംബോധന ചെയ്ത് കാൽക്കൽ വീണ് നമസ്കരിക്കും. കുട്ടികളെ കണ്ടാൽ ദേവിയുടെ മക്കളാണെന്ന് പറഞ്ഞ് വാരിപ്പുണരും. കൂർത്ത കല്ലുകൾ എവിടെയെങ്കിലും കണ്ടാൽ ദേവീ രൂപമാണെന്ന് സങ്കല്പിച്ച് ചിരട്ടയിൽ വെള്ളമെടുത്ത് കഴുകി തൊഴുത് ഏത്തമിടും. പ്രായമായവരെ കണ്ടാൽ വഴിമാറി നടക്കും. ഇതെല്ലാം ഒരു ഭ്രാന്തൻ്റെ ചേഷ്ടയായി ജനങ്ങൾക്ക് തോന്നാൻ തുടങ്ങി. രൂപവും ചില ഭാവങ്ങളും ജനങ്ങളിൽ പേടി വർദ്ധിപ്പിച്ചു. ആരും മിണ്ടാതായി. ആഹാരം കൊടുത്തിരുന്ന പലരും നൽകാതായി. സ്ത്രീകൾ നാണുനായരെ കണ്ടാൽ ചീത്ത വിളിക്കുകയും കുട്ടികൾ കല്ലെറിയുകയും പുരുഷന്മാർ മുരുക്ക് വടി കൊണ്ട് അടിക്കുകയും ചെയ്തു. കുറേ പേർ ചേർന്ന് നാണുനായരെ വയലകുളത്തിൽ തള്ളിയിട്ടു. വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് കൊണ്ട് രക്ഷിക്കാനായി പലരും തുനിഞ്ഞപ്പോൾ പ്രമാണിമാർ പിന്തിരിപ്പിച്ചു. അതിനാൽ കുളത്തിലെ ചണ്ടിയും വെള്ളവും കുടിച്ച്
അനേകം നാൾ കിടന്നു. മരിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ പ്രമാണിമാർക്ക് സംശയമുണ്ടായി. തെക്കോട്ട് പോയി മന്ത്രവാദം പഠിച്ച് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് നാണുനായരെ കരക്കടിപ്പിച്ചു. ദേഹോപദ്രവങ്ങൾ ചെയ്ത് ദേശത്തു നിന്നും മറുദേശത്തേക്ക് കടത്തിവിട്ടു. ഈ ഉപദ്രവങ്ങൾ ഭക്തനെ പുല്ലുപോലെ തോന്നിയതേയുള്ളൂ. പിന്നെയും നാണുനായർ ദേശത്തിലേക്ക് തിരിച്ചു വന്ന് കാണുന്ന കള്ളത്തരങ്ങൾ, ദുർനടപടികൾ, തെറ്റുകുറ്റങ്ങൾ എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. പ്രമാണിമാരുടെ നിർദ്ദേശമനുസരിച്ച് രാത്രിയിൽ കശ്മലന്മാർ ചേർന്ന് നാണുനായരെ പിടിച്ചുകിട്ടി വൈരകുളത്തിൽ താഴ്ത്തി കല്ലും മുള്ളും ഭാരമിട്ട് ഓടി പറഞ്ഞു. 6-7 ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ വെള്ളത്തിൽ മരിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോൾ വല്ല ദേവീശക്തിയും ദേഹത്തണിഞ്ഞിട്ടുണ്ടെന്ന് നാട്ടിൽ പാട്ടായി. നായരെ വധിക്കാൻ അവസരം നോക്കി നടക്കുന്ന പ്രമാണിമാരും കശ്മലന്മാരും ചേർന്ന് വല്ല ദേവീശക്തിയും ഉണ്ടെങ്കിൽ തെളിയിക്കണമെന്ന് പറഞ്ഞ് അഗ്നിയിൽ പരീക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി. ഈ സമയം ഉള്ളാട്ടി വീട്ടിലെ നാണുനായർ വെച്ച കിണ്ടി തുള്ളാൻ തുടങ്ങി. നാട്ടുപ്രമാണിമാരുടെ നിർദ്ദേശമനുസരിച്ച് പറയർ പാനപ്പറ കൊട്ടി അഗ്നിപരീക്ഷണം നാട്ടിലറിയിച്ചു. ചെറുമക്കൾ 7 തരം വിറക് കുഴിയിൽ ഇറക്കാനും കയറാനുമുള്ള മുളയും വടമലയിൽ നിന്ന് കൊണ്ടുവന്നു. ആശാരിമാർ ഈ മുളയെല്ലാം പണിയെടുത്ത് തയ്യാറാക്കി വെച്ചു. കുഴിവെട്ടി ഉണ്ടാക്കുന്നതിനെ കൊല്ലന്മാർ കൈക്കോട്ടും പിക്കാസും കടപ്പാറ എന്നിവ തയ്യാറാക്കി കൊടുത്തു. നായ്ക്കർ കുഴിയുണ്ടാക്കി. ഇതിൽ വടുകർ മണൽ കൊണ്ടിട്ടു. അതിന് മുകളിൽ ആൽ, വാക, വേപ്പ്, പീട്ടി, ചന്ദനം, പുളി, തേക്ക് എന്നിവയുടെ മരമുട്ടികൾ അടുക്കി വെച്ചു. ചക്കാൻ എണ്ണയും ചെട്ടികൾ നെയ്യും കൊണ്ടുവന്നൊഴിച്ചു. എഴുത്തച്ഛന്മാർ വയലുകുളത്തിൽ നിന്ന് നാണുനായരെ പിടിച്ചുകൊണ്ടുവന്ന് ഈറൻ തോർത്തുടുപ്പിച്ച് നിർത്തി. കിഴക്കേ വീട്ടിലെ 10 കുടി തരകന്മാരിലെ പണിക്കർ അഗ്നിപരീക്ഷണത്തിന് തിരികൊളുത്തി. നാണുനായരെ അഗ്നികുണ്ഡത്തിൻ്റെ ചുറ്റും 3 വട്ടം പ്രദക്ഷിണം വെപ്പിച്ച് അഗ്നിയിൽ ചാടാൻ പറഞ്ഞു. അദ്ദേഹം മടിച്ചു നിന്നപ്പോൾ നിർബന്ധപൂർവം ചാടിപ്പിച്ചു. തീ ഒന്നുകൂടി ആളിക്കത്താൻ ചെട്ടിയാർമാർ 8 കുടം നെയ്യൊഴിച്ചു. ദേവീ ശക്തിയുണ്ടെങ്കിൽ നാണുനായർ രക്ഷപ്പെട്ട് വരുന്നതൊന്ന് കാണട്ടെ എന്ന് അഹങ്കാരത്താൽ കളിയാക്കി. പ്രമാണിമാരും കൂട്ടരും ആർപ്പു വിളിച്ചു. ഈ സമയം ആളിക്കത്തുന്ന തീ കണ്ട് മനം നൊന്ത് ഉള്ളാട്ട് വീട്ടുകാർ ഇളനീർ ചെത്തി ഒഴിക്കാൻ തുടങ്ങി. പ്രമാണിമാരും കൂട്ടരും ചേർന്ന് പിന്തിരിപ്പിച്ചു. നാണുനായരുടെ ദേഹത്തണഞ്ഞ ദേവിയെ അഗ്നിയിൽ പരീക്ഷിക്കുന്നത് മനസ്സിലാക്കിയ തൊട്ടടുത്ത ദേശത്തിലെ ദേവിമാരായ തൊണ്ടൂർ കുളങ്ങര ഭഗവതി, പോഴംകുളത്തി ഭഗവതി, പരിക്കഞ്ചേരി ഭഗവതി, കൊട്ടേക്കാട് ഭഗവതി എന്നിവർ എത്തുമ്പോഴേക്കും നാണുനായർ അഗ്നിയിൽ ദഹിച്ചുപോയി. തൊണ്ടൂർ കുളങ്ങര ഭഗവതി വേഗം അഗ്നിയിൽ ചാടി പള്ളിവാൾ കൊണ്ട് തീക്കനൽ നീക്കിയ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ കോപം പൂണ്ടു നിൽക്കുന്ന മഹാകാളി, പോ തൊണ്ടേ എന്നെ രക്ഷിക്കാൻ നീ ആര് എന്ന് പറഞ്ഞ് തള്ളിമാറ്റി. കോപത്താൽ വിറച്ചു നിൽക്കുന്ന കാളിയെ കണ്ട് തൊണ്ടർകുളങ്ങര ഭഗവതി അഗ്നികുണ്ഡത്തിൽ ചാടി പള്ളിവാൾ കൊണ്ട് തീക്കട്ട മാറ്റുമ്പോൾ കോപമടങ്ങാത്ത മഹാകാളി പോകൂ പോഴത്തി എന്ന് പറഞ്ഞ് അകറ്റി. അഗ്നികുണ്ഡത്തിൽ നിന്ന് ചിലമ്പൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അന്നേരം പ്രമാണിമാരും കൂട്ടരും നാട്ടുകാരും നടുങ്ങി. അഗ്നികുണ്ഡത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പരിക്കഞ്ചേരി ഭഗവതിയും കൊട്ടേക്കാട്ട് ഭഗവതിയും ചേർന്ന് അമ്മേ ശ്രീകുറുമ്പേ മഹാകാളി മഹാമായേ എന്നിങ്ങനെ അഭിസംബോധന ചെയ്ത് ദേവി ലോക രക്ഷാർത്ഥം അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് താഴ്മയോടെ അപേക്ഷിച്ച് 2 ദേവിമാരും അവരുടെ പള്ളിവാൾ കുഴിയിലേക്ക് നീട്ടിയപ്പോൾ അപേക്ഷയെ മാനിച്ച് കാളി വാളിൽ പിടിച്ചു കയറി കോപത്താൽ അലറുന്ന പോർഗലി കാളി ഒരു പിടി കനൽ വാരി പ്രമാണിമാരുടെ കൂട്ടാളികളുടെയും നേർക്കെറിഞ്ഞു. ആ നിമിഷം അവർ മരിച്ചു വീണു. അഗ്നിപരീക്ഷണം ദൂരെ നിന്ന് കാണാൻ വന്നവർ ജീവനം കൊണ്ട് 4 ദിക്കിലേക്ക് ഓടി. ദേവി പിന്നെയും 2 കൈകൾ കനൽ വാരി മടിയിലിട്ട് ദേവിയെ പരീക്ഷിക്കാൻ കൂട്ടുനിന്നവരുടെ വീടുകളിലേക്ക് വാശിയെറിയാൻ തുടങ്ങി. ഈ സമയം പുതുക്കുളങ്ങര ഭഗവതി ഓടി വന്ന് ഞാൻ വാഴുന്ന ദേശത്തേക്ക് കനൽ വാരി എറിയാൻ വരരുതെന്ന് അപേക്ഷിച്ചു. ഭഗവതിയുടെ വാക്ക് കേട്ട് പോർഗലികാളി മടങ്ങി കാളിയുടെ മഹാമാരിയെ വസൂരി പടർന്ന് പിടിക്കാൻ തുടങ്ങി. ദേവിയുടെ 18 രോഗങ്ങളായ ചെങ്കണ്ണ്, ചെങ്കരുപ്പൻ, ചൊറി,
ചിരങ്ങ്, പഴുപ്പ്, ചുണങ്ങ്, ചാമയരിപ്പൻ, മണൽ തെരിയൻ, തൃക്കുരുപ്പ്, പേടിപ്പനി, പെരുമ്പനി, ബോധക്ഷയം, തലവേദന, ചെന്നിക്കുത്ത്, പെടനിവലി, കൊര, മുതുക കടച്ചിൽ, അപസ്മാരം എന്നിവ ദേശത്ത് വിളയാടാൻ തുടങ്ങി. പശൂരി പിടിപെട്ട് മരിച്ചവരെ കോരയാറിലേക്ക്, രണ്ടാംപുഴ മേട്ടിലും കൂനച്ചം പാറയിലും ഒറ്റമുളയിൽ തണ്ടുകെട്ടി കൊണ്ടുപോയാണ് മണ്ണിൽ അടക്കം ചെയ്തിരുന്നത്. അവശേഷിച്ച ദേശക്കാർ തെറ്റുകുറ്റങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് അഗ്നികുണ്ഡത്തിൻ്റെ അരികിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. ഭക്തരുടെ നൊന്തുവിളിയിൽ മനസ്സണിഞ്ഞ ദേവി വിശ്വരൂപം കാട്ടി കൽപ്പന ചൊല്ലി, ദേശത്ത് നിറഞ്ഞു വന്നത് വടിഞ്ഞു പോട്ടെ, കെട്ടാലും കെടാതെ പോകട്ടെ. ഉള്ളാട്ടിൽ കമ്പം വെട്ടി കുംഭമാസത്തിലെ കൊടിയ തിങ്കളാഴ്ച ദേശക്കാർ വെടി നടത്തി 7-ാം പക്കം പ്രേതപൂജ നൽകണമെന്നും കൂടാതെ ഓരോ സമുദായക്കാർക്കും പ്രായച്ചിത്ത പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു. ഇതെല്ലാം കേട്ട് സമ്മതം നടത്തിയ ദേശക്കാർ നോക്കി നിൽക്കെ ദേവി നടുമന്നിൽ അരയിരുന്നു. പള്ളൻ, പറയൻ 18 ജാതികൾ ചേർന്ന് പ്രായച്ചിത്തമായി വെടിയുത്സവം നടത്തിയപ്പോഴാണ് രോഗങ്ങൾ നീങ്ങി ദേശത്ത് ക്ഷേമം ഉണ്ടായത്.